ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായൊരു മീൻകറി തയ്യാറാക്കാം. കോട്ടയം സ്റ്റൈലിലുള്ളൊരു അടിപൊളി കല്യാണ മീൻകറിയാണിത്. അതുപോലെ തന്നെ ഷാപ്പിലെ മുളകിട്ട മീൻകറി ഉണ്ടല്ലോ, അത്രയ്ക്കും ടേസ്റ്റാണിതിന്. വളരെ എളുപ്പത്തിലും കുറഞ്ഞ ചേരുവകളും കൊണ്ട് നമുക്ക് ഈ സ്വാദിഷ്ടമായ മീൻകറി തയ്യാറാക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായി തുടങ്ങാം. ആദ്യം തന്നെ മീനെല്ലാം നന്നായി കഴുകി കട്ട് ചെയ്തെടുക്കാം. 500 ഗ്രാം അളവിലുള്ള നെയ്മീൻ ചൂര മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും 1 പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും കൂടി ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള കുടംപുളി കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് മീൻകറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഗ്രേവിയെല്ലാം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഗ്രേവിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മീൻകറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് മീൻകറി ഒന്ന് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് മീനെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ദാ ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കല്യാണ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. മീൻകറിയുടെ മുകളിലായി എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല ചുമന്ന നിറത്തിൽ കാണാൻ തന്നെ എന്ത് ഭംഗിയായിട്ടുണ്ടല്ലേ. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. Thank you.